വല്ലതും പറ്റിയോ മോനെ? ആന്റി ഞങ്ങളല്ല, വേറൊരു ചേട്ടൻ എറിഞ്ഞ പന്താ അവന്റെ തലേ കൊണ്ടത്. ചേട്ടനായാലും കൊള്ളാം, അനിയനായാലും കൊള്ളാം. എന്റെ കൊച്ചിന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയുണ്ടല്ലോ, ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എവിടെയാണ് അവന്മാര്? അവന്മാരോട് ചോദിച്ചിട്ട് തന്നെ വേറെ കാര്യം. നീ വാടാ മോനെ. ഏതവനെ എന്റെ കൊച്ചിനെ തല എറിഞ്ഞ് പൊടിച്ചെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. വാടാ. അമ്മേ അമ്മേ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താടാ? ആന്റി ആന്റി ഞങ്ങളെന്നാ അങ്ങോട്ട് പോട്ടെ? പോ. എന്റെ കൊച്ചിനെ തല എറിഞ്ഞ് പൊടിച്ചിട്ട് ന്യായം പറയാൻ വന്നിക്കോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന്? വഴിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് വല്ല പിള്ളേരെ ഏറ് വാങ്ങിച്ച് കേട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വാണ ഇങ്ങോട്ട്. അമ്മേ, എന്താടാ? ശിവപ്രിയ അച്ഛൻ നടക്കിരുത്താൻ പോവാണോ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? എന്റെ കൂട്ടുകാര് പറഞ്ഞു. അമ്മ അങ്ങനെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നേന്ന്. അത് നാട്ടുകാരെ അസൂയ കൊണ്ട് പറയുന്നതാ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ശിവപ്രിയും അച്ഛനും എപ്പോഴാ തിരിച്ചു വരുന്നേ? ആർക്കറിയാം? അങ്ങേരുടെ പ്രാക്കായിരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നീ വാ, മുളക് ഒഴിഞ്ഞിട്ട് തരാം. കണ്ണീറായിരിക്കും. വാ. ഷടാ, ഈ ചെറുക്കനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി അവൻ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവോ? മോളെ, എന്തായി? അവനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ലമ്മേ, വിനോദിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഷോ, എന്റെ ദേവി, എന്റെ കുഞ്ഞിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവോ? ഇനി പോലീസ് എല്ലാരും കൂടി അവനെയും കൂടി കൂട്ടുപ്രതിയാക്കുവോ? അമ്മ ഒന്ന് സമാധാനിക്ക്. അങ്ങനൊന്നും സംഭവിക്കില്ല. അതുകൊണ്ടല്ലേ വിനോദിനോട് നേരിട്ട് ചെന്ന് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പറഞ്ഞു വിട്ടത്. എന്നാലും പോലീസുകാരുടെ കാര്യമല്ലേ മക്കളെ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കിയാലോ? അമ്മേ, ദേ അച്ഛൻ വരുന്നു. എവിടെ നിന്റെ മോൻ? അവന്റെ കൂട്ടുകാരന്റെ വിക്രയികളൊക്കെ അറിഞ്ഞില്ലേ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൂട്ടുകാരനാ കൂടപ്പറപ്പാന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള ക്രിമിനലുകളെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കരുതെന്ന് നിന്റെ മോനോടൊന്ന് പറഞ്ഞേക്കണം. മോനോട് മാത്രമല്ല, അമ്മയോടും മോളോടും കൂടിയാ പറയുന്നത്. എന്താ എന്താ ഉണ്ടായിന്ന് പറ. എന്താ ഉണ്ടായെന്നോ? മോന്റെ കൂട്ടുകാരൻ എന്റെ ദേവൂട്ടിയോട് ചെയ്തത് എന്താണെന്നറിയണോ നിനക്ക്? ഓട്ടോക്കാരന് കാശ് കൊടുത്ത് വണ്ടി കേടാണെന്ന് വരുത്തിയിട്ട് അവളെ വഴിയിലിട്ട് ഉപദ്രവിക്കാൻ നോക്കി. അവനും അവന്റെ കുറെ അലവലാതി കൂട്ടുകാരും. അതിന്റെ പരാതി കൊടുക്കാൻ ഇന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോ അവനെ അതിനു മുമ്പേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, മയക്കുമരുന്ന് കേസിന്. നിങ്ങളൊക്കെ കരുതിയതുപോലെ അവൻ ബിസിനസ്സുകാരനൊന്നും അല്ല. നല്ല ഒന്നാം തരം ക്രിമിനലാ, മയക്കുമരുന്ന് കച്ചവടക്കാരൻ. അവന്റെ കൂടെയാ ഇവിടെ ഒരുത്തന്റെ കൂട്ടുകെട്ട്. ദേ, ഇനി അവന്റെ ഒപ്പം ഒരു പങ്ക് കച്ചവടവും വേണ്ടെന്ന് മോനോടൊന്ന് പറഞ്ഞേക്കതേ. ഇതൊക്കെ സത്യാണോ? എന്താ നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമാവുന്നില്ലേ? എങ്കിലും മോനെയും കൂട്ടി സ്റ്റേഷനിൽ പോയി അന്വേഷിക്ക്. മോന്റെ കൂട്ടുകാരൻ എങ്ങനെയുള്ളവനാണെന്നും എത്രക്കാരനാണെന്നും പോലീസുകാർ പറഞ്ഞുതരും. അല്ല, അവനെവിടെ? വിനോദ് എവിടെയെന്നാ ചോദിച്ച്. അവൻ എന്തോ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയേക്കോ? അത്യാവശ്യം. ദേ, ഇനി മേലിൽ ഇത്തരക്കാരുമായി ഒരു ഇടപാടും വേണ്ടെന്ന് മോൻ വരുമ്പോ അമ്മയും പെങ്ങളും കൂടി പറഞ്ഞു കൊടുത്തേക്കണം. നിങ്ങളൊന്ന് സമാധാനിക്ക്. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ വേഷം മാറ്. അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. തന്റെ ബ്രദറിന്റെ കാര്യം അയാളുടെ കൂട്ടുകെട്ട് ഈയിടെയായിട്ട് കുറച്ച് കുഴപ്പം പിടിച്ച സ്ഥിതിയില്ല. മനസ്സിലായില്ല, താനെന്താ ഉദ്ദേശിക്കുന്നത്? അഖില,
തന്നോട് ഞാനൊരു കാര്യം തുറന്നു പറയാം. വിനോദ് ഇപ്പോ ഡ്രഗ് മാഫിയയിലുള്ളവരുമായിട്ടാ ചങ്ങാത്തം. ഡ്രഗ് മാഫിയയിലുള്ള അഭിരാജ അയാളുടെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ കിഷൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും. അഭിരാജ ആളത്ര ശരിയല്ലെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്.